എടപ്പള്ളി പുക്കാട്ടുപടി റോഡിൽ കുഴുവേലിപ്പടി എന്ന് പറയുന്ന സ്ഥലത്ത് വരുന്ന KME എഞ്ചിനീയറിംഗ് കോളേജിനോട് തൊട്ടടുത്തായിട്ട് വരുന്ന ഒരു 4 BHK വീടിൻ്റെ വിശേഷവുമായിട്ടാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ഇവിടെ നിന്നുള്ള ഡിസ്റ്റൻസ് പറയുകയാണെങ്കിൽ ബസ് സ്റ്റോപ്പിലേക്ക് ഏകദേശം 500 മീറ്ററും കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് ഏകദേശം 7 കിലോമീറ്ററും എടപ്പള്ളി ലുലു മാളിലേക്ക് ഏകദേശം 9 കിലോമീറ്ററുമാണ് വരുന്നത്. കൂടാതെ ടൗണിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഈസിയായിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൈം ലൊക്കേഷനിലാണ് വീട് സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം 25ഓളം വീടുകൾ വരുന്ന ഒരു വില്ല കമ്മ്യൂണിറ്റിയിൽ വരുന്ന ഈ കാണുന്ന വീടിൻ്റെ വിശേഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇതിൻ്റെ എലവേഷൻ പറയുകയാണെങ്കിൽ പടിഞ്ഞാറ് ദർശനമായിട്ട് ബോക്സി ടൈപ്പ് കണ്ടംപററി എലവേഷനാണ് വീടിന് ഫോളോ ചെയ്തിരിക്കുന്നത്. നല്ല രീതിയിൽ ടെക്സ്ചർ വർക്കുകളും LED ലൈറ്റിങ്ങുകളും ജാളി വർക്കുകളൊക്കെ കൊടുത്തിട്ട് നല്ല ഭംഗിയിൽ തന്നെയുള്ള ഒരു എലവേഷൻ നമുക്ക് വീടിന് കാണാൻ പറ്റുന്നുണ്ട്. നമ്മൾ മുന്നേ പറഞ്ഞതുപോലെ തന്നെ ഏകദേശം 25ഓളം വില്ലകൾ വരുന്നൊരു വില്ല കമ്മ്യൂണിറ്റിയിൽ വരുന്ന ഇൻഡിവിജ്വൽ റോഡുകൾ എന്ന് പറയുന്നത് ഏകദേശം 4 മീറ്റർ വീതിയിൽ കട്ടവിരിച്ച റോഡുകളാണ് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് വീടിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വന്നു കഴിഞ്ഞാൽ 4.5 സെൻറ്റ് ലാൻഡിലായിട്ട് 2300 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂം അറ്റാച്ച്ഡ് കൂടാതെ യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യത്തോടു കൂടി നിർമ്മിച്ചിരിക്കുന്ന ഒരു വീട് കൂടിയാണ്. ഇനി നമുക്ക് വീടിൻ്റെ കോമ്പൗണ്ട് വാളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ CNC ഫ്രെയിം വർക്ക് കൊടുത്തിട്ട് ഒരു 4-വേ സ്പോട്ട് ലൈറ്റുകളൊക്കെ കൊടുത്ത് പെബിൾ ടെക്സ്ചറുകളൊക്കെ കൊടുത്തിട്ട് നല്ല ഭംഗിയിൽ തന്നെയാണ് കോമ്പൗണ്ട് വാൾ കൊടുത്തിരിക്കുന്നത്. കൂടാതെ ബിറ്റ്വീനായിട്ട് നമുക്ക് പ്ലാന്റുകളൊക്കെ വയ്ക്കാൻ പറ്റുന്ന സൗകര്യങ്ങൾ വരുന്നുണ്ട്. ഗേറ്റിൻ്റെ പില്ലറിലൊക്കെ എത്തിക്കഴിഞ്ഞാൽ 2 എൻഡിലായിട്ട് പില്ലർ ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. ഇനി വഴി വന്ന് അവസാനിക്കുന്ന പ്ലോട്ട് ആയതുകൊണ്ട് ഒരു അഡീഷണൽ കാർ പാർക്കിംഗ് സ്പേസ് നമുക്ക് ഇവിടെ കിട്ടുന്നതാണ്. പാം ട്രീ ഒക്കെ വെച്ച് നല്ല ഭംഗിയിൽ തന്നെ ഗാർഡൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അവിടെ വന്നിട്ട് നമ്മൾ നേരെ കോമ്പൗണ്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഒരേ സമയം 2-3 വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ പറ്റുന്ന സൗകര്യം നമുക്ക് കോമ്പൗണ്ടിൽ കിട്ടുന്നുണ്ട്. ഒരു കവേർഡ് പാർക്കിംഗ് ഈ ഭാഗത്ത് വരുന്നുണ്ട്. ഫ്ലോറിലായിട്ട് കടപ്പക്കല്ലുകളും ആർട്ടിഫിഷ്യൽ ഗ്രാസുമാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഭാഗത്തും ഒരു അഡീഷണൽ കാർ പാർക്കിംഗ് സ്പേസ് നമുക്ക് കിട്ടുന്നുണ്ട്. കൂടാതെ പ്ലാന്റുകളൊക്കെ വയ്ക്കാൻ ഭാഗത്തിന് ഇവിടെയായിട്ട് ചെറിയൊരു അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിൽ സെറ്റ് ബാക്ക് ഒക്കെ കൊടുത്തിട്ട് തന്നെയാണ് ഈ ഏരിയയൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. പിന്നെ ഫ്രണ്ട് എലവേഷൻ്റെ ഭാഗമായിട്ട് വരുന്ന ടെക്സ്ചർ വർക്കുകളൊക്കെ നമുക്ക് ഭിത്തിയിലായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. CCTV സർവൈലൻസ് ഒക്കെ കൊടുത്ത് നല്ല ഭംഗിയിൽ തന്നെയാണ് വീട് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നല്ല രീതിയിൽ സ്പോട്ട് ലൈറ്റുകളൊക്കെ ഭംഗിയിൽ തന്നെ കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അവിടെ വന്നിട്ട് ഈ അഡീഷണൽ പാർക്കിംഗ് ഏരിയയിലേക്ക് വന്ന് ഇവിടെയും നമുക്ക് 2-3 2 വീലേഴ്സൊക്കെ പാർക്ക് ചെയ്യാൻ പറ്റുന്ന സൗകര്യങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ട്. ഈ സൈഡിലായിട്ടും അത്യാവശ്യം സെറ്റ് ബാക്ക് ഒക്കെ കൊടുത്ത് ഭംഗിയിൽ തന്നെയാണ് വീട് കൊടുത്തിരിക്കുന്നത്. അവിടെ വന്നിട്ട് നമ്മൾ നേരെ സിറ്റ് ഔട്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു 3 ചെയറൊക്കെ ഇട്ടിരിക്കാൻ പറ്റുന്ന സൗകര്യം നമുക്ക് സിറ്റ് ഔട്ടിൽ വരുന്നുണ്ട്. ഫ്ലോറിലായിട്ട് ഒരു ബ്ലാക്ക് കളർ ഗ്രാനൈറ്റാണ് കൊടുത്തിരിക്കുന്നത്. സീലിങ്ങിൽ ജംഗ്ഷൻ ലൈറ്റുകൾ കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. പ്രൊഫൈൽ ലൈറ്റുകൾ വരുന്നുണ്ട്. അവിടെ നിന്ന് നമുക്ക് ഫ്രണ്ട് ഡോറിലേക്ക് വന്നു കഴിഞ്ഞാൽ പടിഞ്ഞാറ് ദർശനമായിട്ടാണ് ഫ്രണ്ട് ഡോർ കൊടുത്തിരിക്കുന്നത്. ഒരു സിംഗിൾ പാളി ഡോർ തന്നെ കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അവിടെ നിന്നിട്ട് നമ്മൾ നേരെ ലിവിങ് സ്പേസിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അത്യാവശ്യം വലിപ്പമുള്ള ഒരു ലിവിങ് സ്പേസ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഒരു ക്വാളിറ്റിയുള്ള ടൈൽ പാറ്റേൺ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഫ്രണ്ട് എലവേഷൻ്റെ ഭാഗമായിട്ട് പടിഞ്ഞാറ് വശത്തേക്ക് ഒരു ഫ്രഞ്ച് വിൻഡോൻ്റെ സൗകര്യം വരുന്നുണ്ട്. വടക്ക് ഭാഗത്തേക്കായിട്ടും ഒരു 3 പാളിയുടെ സൗകര്യം വരുന്നുണ്ട്. കൂടാതെ നല്ല രീതിയിൽ ഫോൾ സീലിംഗ് വർക്കുകളും LED ലൈറ്റിങ്ങുകളും പ്രൊഫൈൽ ലൈറ്റുകളൊക്കെ ഭംഗിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഈ ഭാഗത്തായിട്ടാണ് TV യൂണിറ്റിൻ്റെ സൗകര്യങ്ങൾ വരുന്നത്. വലിയൊരു TV ഒക്കെ ഹാങ് ചെയ്യാൻ പറ്റുന്ന സൗകര്യങ്ങളും പാർട്ടീഷൻ വർക്കുകളും നിഷിൻ്റെ വർക്കുകളും സ്റ്റോറേജ് സ്പേസുകളൊക്കെ ഭംഗിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അവിടെ നിന്ന് നമ്മൾ ഡൈനിങ്ങിൻ്റെ പാസേജിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഒരു പാർട്ടീഷൻ വർക്കുകൾ നല്ല ഭംഗിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഇവിടെയും നമുക്കൊരു സിറ്റിംഗ് സ്പേസൊക്കെ അറേഞ്ച് ചെയ്യാൻ പറ്റുന്ന സൗകര്യങ്ങൾ കിട്ടുന്നുണ്ട്. ഇനി നമ്മൾ വീടിൻ്റെ ഡൈനിങ് സ്പേസിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അത്യാവശ്യം ഒരു 8 സീറ്റർ ഡൈനിങ് ടേബിളൊക്കെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന സൗകര്യങ്ങൾ നമുക്ക് ഡൈനിങ് റൂമിൽ കിട്ടുന്നുണ്ട്. നല്ല രീതിയിൽ ഫോൾ സീലിംഗ് വർക്കുകളും LED ലൈറ്റിങ്ങുകളും വരുന്നുണ്ട്. ഇവിടെയായിട്ട് ഒരു കോർട്ട്യാർഡ് സ്പേസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. താഴെയായിട്ട് ഇൻവെർട്ടർ ക്യാബിൻ്റെ സൗകര്യങ്ങൾ കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അവിടെ നിന്നിട്ട് ഡൈനിങ്ങിൻ്റെ ഒരു കോർണറിലായിട്ട് വാഷ് കൗണ്ടറിൻ്റെ സൗകര്യങ്ങൾ വരുന്നുണ്ട്. കൗണ്ടർ ടോപ്പ് സെറയുടെ വാഷ് ബേസും കൊടുത്തിട്ടുണ്ട്. താഴെയായിട്ട് സ്റ്റോറേജ് സ്പേസുകൾ കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അവിടെ വന്നിട്ട് നമ്മൾ നേരെ പോകുന്നത് ഓപ്പൺ കിച്ചൺ കൺസെപ്റ്റിലുള്ള ഒരു കിച്ചണിലേക്കാണ്. നല്ല രീതിയിൽ പാർട്ടീഷൻ വർക്കുകളും ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറൊക്കെ ഭംഗിയിൽ തന്നെ ലൈറ്റിംഗ് ഒക്കെ കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അവിടെ വന്നിട്ട് നമ്മൾ കിച്ചണിലേക്ക് എത്തിക്കഴിഞ്ഞാൽ വടക്ക് കിഴക്കേ മൂലയിലായിട്ടാണ് കിച്ചൻ്റെ സ്ഥാനം വരുന്നത്. വടക്ക് ഭാഗത്തേക്ക് ഒരു 3 പാളി വിൻഡോയുടെ സൗകര്യം വരുന്നുണ്ട്. ഒരു ക്വാളിറ്റിയുള്ള സിങ്ക് കൊടുത്തിട്ടുണ്ട്. ഒരു ടൈപ്പിൽ വരുന്ന കൗണ്ടർ ടോപ്പ് ഗ്രാനൈറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. താഴെയും മുകളിലുമായിട്ട് സ്റ്റോറേജ് സ്പേസുകൾ കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇനി ഒരു അഡീഷണൽ കിച്ചൺ സ്പേസ് നമുക്ക് ഈ ഭാഗത്തും കിട്ടുന്നുണ്ട്. നല്ല രീതിയിൽ കബോർഡ് വർക്കുകളൊക്കെ കൊടുത്തിട്ട് കൗണ്ടർ ടോപ്പ് അറേഞ്ച് ചെയ്ത് ഗ്യാസൊക്കെ സിലിണ്ടറൊക്കെ വയ്ക്കാൻ പറ്റുന്ന സൗകര്യങ്ങൾ വരുന്നുണ്ട്. കിഴക്കോട്ടായിട്ട് ചിമ്മിണി വയ്ക്കാനുള്ള പ്രൊവിഷൻസ് കൊടുത്തിട്ടുണ്ട്. 3 പാളി വിൻഡോയുടെ സൗകര്യങ്ങൾ വരുന്നുണ്ട്.
അവിടെ വന്നിട്ട് നമ്മൾ നേരെ പോകുന്നത് ഈ വീടിൻ്റെ വർക്ക് ഏരിയ സ്പേസിലേക്കാണ്. അത്യാവശ്യം വലിയ ഒരു വർക്ക് ഏരിയ സ്പേസ് തന്നെ നമുക്ക് ഈ ഭാഗത്തായിട്ട് കിട്ടുന്നുണ്ട്. ഇവിടെയും കൗണ്ടർ ടോപ്പായിട്ട് ഗ്രാനൈറ്റ് കൊടുത്തിട്ട് താഴെയായിട്ട് സ്റ്റോറേജ് സ്പേസുകളും സിങ്കിൻ്റെ സൗകര്യങ്ങളും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ വടക്ക് കിഴക്കേ മൂലയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെയായിട്ട് ഒരു കിണറിൻ്റെ സൗകര്യം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ശുദ്ധമായ കിണർ വെള്ളം കിട്ടുന്നതിനുള്ള സൗകര്യം വരുന്നുണ്ട്. കൂടാതെ KWA വാട്ടർ കണക്ഷനുള്ള സൗകര്യവും ബിൽഡർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അവിടെ വന്നിട്ട് നമ്മൾ നേരെ പോകുന്നത് വീടിൻ്റെ താഴത്തെ നിലയിലെ ഒന്നാമത്തെ ബെഡ്റൂം സ്പേസിലേക്കാണ്. ഏകദേശം 150ഓളം സ്ക്വയർ ഫീറ്റ് വരുന്നൊരു ബെഡ്റൂം സ്പേസ് തന്നെയാണ്. തെക്ക് കിഴക്കേ മൂലയിലായിട്ടാണ് ബെഡ്റൂമിൻ്റെ സ്ഥാനം വരുന്നത്. സെയിം ടൈൽ പാറ്റേണിൻ്റെ കണ്ടിന്യൂഷൻ വരുന്നുണ്ട്. തെക്ക് ഭാഗത്തേക്കായിട്ട് 2 സിംഗിൾ പാളി വിൻഡോയുടെ സൗകര്യവും കിഴക്ക് ഭാഗത്തേക്കായിട്ട് 2 പാളിയുടെ സൗകര്യവും കൊടുത്തിട്ടുണ്ട്. കൂടാതെ നല്ല രീതിയിൽ കബോർഡ് വർക്കുകൾ കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അത്യാവശ്യം സ്റ്റോറേജ് സ്പേസുകൾ കിട്ടുന്ന രീതിയിൽ തന്നെയാണ് കബോർഡ് വർക്കുകൾ കൊടുത്തിരിക്കുന്നത്. നല്ല രീതിയിൽ ഫോൾ സീലിംഗ് വർക്കുകളും പ്രൊഫൈൽ ലൈറ്റുകളും LED ലൈറ്റിങ്ങുകളും നല്ല ഭംഗിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അവിടെ വന്നിട്ട് നമ്മൾ അറ്റാച്ച്ഡ് ബാത്റൂമിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അത്യാവശ്യം വലിപ്പമുള്ളൊരു ബാത്റൂം വരുന്നുണ്ട്. ഒരു വാൾ മൗണ്ട് കൺസീൽഡ് സെറയുടെ ഫിറ്റിങ്സുകൾ വരുന്നുണ്ട്. ഡൈവാട്ടറും സ്പൗട്ടും എല്ലാം സെറയുടെ തന്നെയാണ് കൊടുക്കാൻ ശ്രദ്ധിച്ചേക്കുന്നത്. അവിടെ വന്നിട്ട് നമ്മൾ നേരെ പോകുന്നത് വീടിൻ്റെ താഴത്തെ നിലയിലെ 2ാമത്തെ ബെഡ്റൂം സ്പേസിലേക്കാണ്. നമ്മൾ മുന്നേ കണ്ട ബെഡ്റൂമിൻ്റെ അതേ വലിപ്പത്തിൽ വരുന്ന ബെഡ്റൂം തന്നെയാണ്. തെക്ക് പടിഞ്ഞാറ് കന്നിമൂലയിൽ തന്നെയാണ് ബെഡ്റൂമിൻ്റെ സ്ഥാനം വരുന്നത്. നല്ല രീതിയിൽ ഫോൾ സീലിംഗ് വർക്കുകളും പ്രൊഫൈൽ ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ട് എലവേഷൻ്റെ ഭാഗമായിട്ടൊരു 3 പാളി വൈഡ് വിൻഡോ പടിഞ്ഞാറ് ഭാഗത്തേക്ക് വരുന്നുണ്ട്. തെക്ക് ഭാഗത്തേക്കായിട്ട് 2 സിംഗിൾ പാളി വിൻഡോയുടെ സൗകര്യങ്ങൾ വരുന്നുണ്ട്. നല്ല രീതിയിൽ സ്റ്റോറേജ് സ്പേസ് കിട്ടുന്ന രീതിയിലുള്ള കബോർഡ് വർക്കുകൾ LED സ്പോട്ട് ലൈറ്റുകളൊക്കെ കൊടുത്ത് ഭംഗിയിൽ തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിനോട് അറ്റാച്ച്ഡ് ആയിട്ട് ഒരു ഡ്രസ്സിംഗ് മിററിൻ്റെ സൗകര്യവും താഴെയായിട്ട് ഡ്രോ സൗകര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അവിടെ വന്നിട്ട് നമ്മൾ നേരെ അറ്റാച്ച്ഡ് ബാത്റൂമിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ മുന്നേ കണ്ടതുപോലെ തന്നെയുള്ള ഒരു ബാത്റൂം സ്പേസ് തന്നെ കിട്ടുന്നുണ്ട്. സെറയുടെ ഫിറ്റിങ്സുകൾ തന്നെയാണ് ഇവിടെയും ഉപയോഗിച്ചിരിക്കുന്നത്. അവിടെ വന്നിട്ട് നമ്മൾ നേരെ പോകുന്നത് വീടിൻ്റെ ഡൈനിങ്ങിൻ്റെ ഒരു കോർണറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന സ്റ്റെയറിൻ്റെ ഭാഗത്തേക്കാണ്. ഒരു ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ വരുന്ന സ്റ്റെയർ തന്നെയാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. വാക്ക്വേലായിട്ട് ഒരു ബ്ലാക്ക് കളർ ഗാലക്സി ഗ്രാനൈറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഹാൻഡ് റെയിലിനായിട്ട് GA ഫ്രെയിമിൽ വുഡൻ ടോപ്പ് കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. സ്റ്റെയർ കയറി നമ്മൾ ഫസ്റ്റ് ലാൻഡിങ്ങിലെത്തി കഴിഞ്ഞാൽ ഒരു ഡബിൾ ലൈറ്റ് വ്യൂ നമുക്ക് ഇവിടുന്ന് കിട്ടുന്നുണ്ട്. കൂടാതെ ഒരു പർഗോള സംവിധാനങ്ങൾ നമുക്ക് ഭിത്തിയിലായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. നല്ല രീതിയിൽ ഫോൾ സീലിംഗ് വർക്കുകളൊക്കെ കൊടുത്ത് ഭംഗിയിൽ തന്നെയാണ് ഈ ഒരു ഏരിയയും അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അവിടെ വന്നിട്ട് നമ്മൾ നേരെ വരുന്നത് ഈ വീടിൻ്റെ അപ്പർ ലിവിങ് സ്പേസിലേക്കാണ്. നല്ലൊരു സ്പേഷ്യസ് ആയിട്ട് വരുന്ന അപ്പർ ലിവിങ് സ്പേസ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അവിടെ വന്നിട്ട് നമ്മൾ ഈ ഒരു ഏരിയയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇവിടെയായിട്ട് നമുക്കൊരു TV യൂണിറ്റിൻ്റെ സൗകര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഒരു L ടൈപ്പിൽ വരുന്ന കോർണർ സെറ്റിയൊക്കെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന സൗകര്യങ്ങൾ വരുന്നുണ്ട്. ഫ്രണ്ട് എലവേഷൻ്റെ ഭാഗമായിട്ട് വരുന്ന വിൻഡോ സൗകര്യങ്ങൾ ഈ ഭാഗത്ത് വരുന്നുണ്ട്. ആ ഭാഗത്തായിട്ടൊരു TV യൂണിറ്റ് അത്യാവശ്യം വലിപ്പമുള്ളൊരു TV ഒക്കെ ഹാങ് ചെയ്യാൻ പറ്റുന്ന സൗകര്യങ്ങൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. താഴെയായിട്ട് ഡ്രോ സംവിധാനങ്ങൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഭാഗത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു ഗ്ലാസ് പാർട്ടീഷനൊക്കെ കൊടുത്തിട്ടുള്ള ഒരു കോർട്ട്യാർഡ് സ്പേസ് നമുക്ക് കിട്ടുന്നുണ്ട്. സ്ലൈഡ് ചെയ്യുന്ന ഡോറുകളാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അവിടെ ഇങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ ഗ്രീൻ മാറ്റൊക്കെ വിരിച്ചിട്ട് ഒരു ടെറാക്കോട്ട് ജാളിയൊക്കെ കൊടുത്ത് സ്കൈ വ്യൂ അറേഞ്ച് ചെയ്തിട്ടാണ് ബിൽഡർ കൊടുത്തിരിക്കുന്നത്. അവിടെ വന്നിട്ട് നമ്മൾ നേരെ പോകുന്നത് വീടിൻ്റെ മുകളിലത്തെ നിലയിലെ 3ാമത്തെ ബെഡ്റൂം സ്പേസിലേക്കാണ്. തെക്ക് പടിഞ്ഞാറ് കന്നിമൂലയിൽ തന്നെയാണ് ബെഡ്റൂമിൻ്റെ സ്ഥാനം വരുന്നത്. സൗത്ത് വെസ്റ്റ് കോർണറിൽ സൗത്ത് ഭാഗത്തേക്കായിട്ടൊരു 2 പാളി വിൻഡോ വരുന്നുണ്ട്. വെസ്റ്റ് ഭാഗത്തേക്കായിട്ടൊരു 3 പാളി വൈഡ് വിൻഡോയുടെ സൗകര്യങ്ങൾ വരുന്നുണ്ട്. നല്ല രീതിയിൽ ഫോൾ സീലിംഗ് വർക്കുകളും LED ലൈറ്റിങ്ങുകളും ഇവിടെയും കാണാൻ പറ്റുന്നുണ്ട്. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള കബോർഡ് വർക്കുകളും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതിനോട് ചേർന്ന് തന്നെ ഒരു ഡ്രസ്സിംഗ് മിററിൻ്റെ സൗകര്യങ്ങൾ വരുന്നുണ്ട്. ഇനി അറ്റാച്ച്ഡ് ബാത്റൂമിലേക്ക് എത്തിക്കഴിഞ്ഞാൽ താഴെ കണ്ട അതേ വലിപ്പത്തിൽ വരുന്ന സെയിം ബാത്റൂം തന്നെ ഇവിടെയും കിട്ടുന്നുണ്ട്. സെറയുടെ തന്നെ വാൾ മൗണ്ട് കൺസീൽഡ് ഫിറ്റിങ്സുകൾ വരുന്നുണ്ട്. സെറയുടെ തന്നെ ഡൈവാട്ടറും സ്പൗട്ടും റെയിൻ ഷവറും ഇവിടെ ഒരു വാഷ് കൗണ്ടറിൻ്റെ അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ഭംഗിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അവിടെ വന്നിട്ട് നമ്മൾ നേരെ പോകുന്നത് ഈ വീടിൻ്റെ മുകളിലത്തെ നിലയിലെ 4ാമത്തെ ബെഡ്റൂം സ്പേസിലേക്കാണ്. തെക്ക് കിഴക്കേ മൂലയിലായിട്ടാണ് ബെഡ്റൂമിൻ്റെ സ്ഥാനം വരുന്നത്. അത്യാവശ്യം 150ഓളം സ്ക്വയർ ഫീറ്റ് വരുന്ന ബെഡ്റൂമാണ്. ഫോൾ സീലിംഗ് വർക്കുകളും LED ലൈറ്റിങ്ങുകളും കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. കിഴക്ക് ഭാഗത്തേക്കായിട്ട് 2 പാളിയുടെ സൗകര്യം വരുന്നുണ്ട്. തെക്ക് ഭാഗത്തേക്കായിട്ട് 2 സിംഗിൾ പാളി വിൻഡോ സൗകര്യങ്ങൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കൂടാതെ ഈ ഭാഗത്തായിട്ട് വാൾഡ്രോബ് സൗകര്യങ്ങൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഒരു മിററിൻ്റെ സൗകര്യവും കൊടുത്തിട്ടുണ്ട്.
ഇനി നമ്മൾ അറ്റാച്ച്ഡ് ബാത്റൂമിലേക്ക് വന്നു കഴിഞ്ഞാൽ സെയിം ഫിറ്റിങ്സുകളുടെ കണ്ടിന്യൂഷൻ വരുന്ന ഒരു ബാത്റൂം സ്പേസ് നമുക്കിവിടെ അവൈലബിൾ ആണ്. അവിടെ വന്നിട്ട് നമ്മൾ നേരെ പോകുന്നത് ഈ വീടിൻ്റെ യൂട്ടിലിറ്റി സ്പേസിലേക്കാണ്. ഫ്ലോറിലൊക്കെ ആയിട്ട് മാറ്റ് ഫിനിഷ് ടൈലാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. റൂഫ് ടോപ്പായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. സൈഡിലേക്കായിട്ട് GI ഫ്രെയിമിൽ വരുന്ന ഗ്രില്ല് വർക്കുകൾ കൊടുത്തിട്ടുണ്ട്. വാഷിംഗ് മെഷീൻ വയ്ക്കാനുള്ള ടാപ്പ് സൗകര്യങ്ങൾ, ഡ്രെയിനേജ് സൗകര്യങ്ങൾ, പ്ലഗ് പോയിൻറ്റ്സ് എല്ലാം ഭാഗത്ത് കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇനി ടെറസിലേക്ക് പോകാനായിട്ടുള്ളൊരു സ്റ്റെയറിൻ്റെ സൗകര്യവും നമുക്ക് ഇവിടുന്ന് അവൈലബിൾ ആണ്. കോൺക്രീറ്റിൻ്റെ തന്നെ സ്റ്റെയറാണ് കൊടുത്തിരിക്കുന്നത്. വാക്ക് വേലായിട്ട് ടൈല് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഡൂമൊക്കെ കൊടുത്തിട്ട് മഴ നനയാത്ത രീതിയിൽ ഭംഗിയിൽ തന്നെ ഇതെല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അവിടെ വന്നിട്ട് നമ്മൾ നേരെ പോകുന്നത് ഈ വീടിൻ്റെ ബാൽക്കണി സ്പേസിലേക്കാണ്. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ട് വരുന്നൊരു ബാൽക്കണി സ്പേസ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. വടക്ക് പടിഞ്ഞാറ് മൂലയിലായിട്ടാണ് ബാൽക്കണി സൗകര്യം വരുന്നത്. ക്ലോസ്ഡ് ആയിട്ട് വരുന്ന റൂഫ് ടോപ്പ് വരുന്നുണ്ട്. നല്ല രീതിയിൽ ഫോൾ സീലിംഗ് വർക്കുകളും ലൂവർ പാനലിംഗ് LED ലൈറ്റിങ്ങൾ കൊടുത്തിട്ടുണ്ട്. ജംഗ്ഷൻ ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഹാൻഡ് റെയിലിനായിട്ട് ടഫ് ആൻഡ് ഗ്ലാസ്സിൽ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ടോപ്പ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അവിടെ വന്നിട്ട് നമുക്ക് ബാൽക്കണിയിൽ നിന്ന് പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഓപ്പൺ ബാൽക്കണി സ്പേസ് നമുക്ക് അവൈലബിൾ ആണ്. ഇവിടെ നമുക്കൊരു ചെയറൊക്കെ ഇട്ടിരിക്കാൻ 2-3 ചെയറൊക്കെ ഇട്ടിരിക്കാൻ പറ്റുന്ന സൗകര്യങ്ങൾ വരുന്നുണ്ട്. ഇവിടെയും ഹാൻഡ് റെയിലിന് ടഫ് ആൻഡ് ഗ്ലാസ്സിൽ SS-ൻ്റെ റെയിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. നല്ല രീതിയിൽ കാറ്റും വെളിച്ചവും കിട്ടാൻ പറ്റുന്ന സൗകര്യം നമുക്ക് ഈ ബാൽക്കണിയിൽ നിന്നും ലഭ്യമാണ്. എടപ്പള്ളി പുക്കാട്ടുപടി റോട്ടിലെ കുഴുവേലിപ്പടിക്ക് അടുത്തായിട്ട് KME എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ അടുത്ത് വരുന്ന ഏകദേശം 25ഓളം വില്ലകൾ വരുന്ന ഒരു വില്ല കമ്മ്യൂണിറ്റിയിൽപ്പെടുന്ന ഒരു ഏറ്റവും കുറഞ്ഞ വിലയിൽ സ്വന്തമാക്കാൻ പറ്റുന്ന ഒരു 4 BHK വീടിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ കണ്ടു കഴിഞ്ഞത്. 4 ബെഡ്റൂം അറ്റാച്ച്ഡായിട്ട് നിർമ്മിച്ചിരിക്കുന്ന ഈ വീട് താഴത്തെ നിലയിൽ 2 ബെഡ്റൂം, മുകളിലത്തെ നിലയിൽ 2 ബെഡ്റൂമായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. കൂടാതെ ഒന്നിലധികം വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ പറ്റുന്ന സൗകര്യങ്ങൾ കിട്ടുന്നുണ്ട്. ശുദ്ധമായ കിണർ വെള്ളം ലഭ്യമാണ്. ഇനി നമുക്ക് വീടിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വന്നു കഴിഞ്ഞാൽ 4.5 സെൻറ്റ് ലാൻഡിൽ 2300 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമായിട്ട് കൊടുത്തിരിക്കുന്ന ഈ വീടിന് ബിൽഡർ ആവശ്യപ്പെടുന്നത് 83 ലക്ഷം രൂപയാണ്. വില തികച്ചും നെഗോഷ്യബിളാണ്. കൂടാതെ എല്ലാ ബാങ്കുകളിൽ നിന്നിട്ടുമുള്ള ലോൺ സൗകര്യവും ലഭ്യമാണ്. ഈ വീട് കാണാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ സ്ക്രീനിൻ്റെ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്.